السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول رب العالمين وعلى آله وأصحابه أجمعين. أما بعد فاتقوا الله عباد الله. عن أبي هريرة رضي الله عنه عن النبي صلى الله عليه وسلم قال: السواك مطهرة للفم ومرضاة للرب. റവാഹു മുസ്ലിം. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, തഖ്വയോടെ ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്. പരിശുദ്ധ ഇസ്ലാം പ്രകൃതിദത്ത മതമാണ്. മനുഷ്യൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുമ്പോൾ ആ മനുഷ്യന്റെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ടുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം പ്രകാശമായി നിലകൊള്ളുന്നത്. പരിശുദ്ധ ഇസ്ലാമിന്റെ ആരോഗ്യ കാഴ്ചപ്പാട്, ആരോഗ്യമുള്ള തലമുറ, അത് എത്രത്തോളം ഭംഗിയാണ് എന്ന് ഖുർആൻ പരിശോധിച്ചാൽ കാണാൻ കഴിയും. അല്ലാഹു തആല എവിടെയെല്ലാം തിന്നാനും കുടിക്കാനും പറഞ്ഞു, അവിടെയെല്ലാം അല്ലാഹു പറഞ്ഞൊരു വാക്കുണ്ട്: വലാ തുസ്രിഫു, അതിര് കവിയരുത്, വയറ് നിറക്കരുത്, അമിതമാവരുത്, നിനക്ക് ദഹിക്കാൻ പറ്റിയതേ കഴിക്കാവൂ, ഇല്ലെങ്കിൽ രോഗിയായിട്ട് മാറും. വലാ തുസ്രിഫു എന്ന വാക്കിന് ഒരുപാട് അർത്ഥമുണ്ട്. വിശപ്പ് മാറിയാൽ നിർത്തിയേക്കണം. എത്ര ആഹാരം മുമ്പിലുണ്ടെങ്കിലും ആഗ്രഹങ്ങൾക്കല്ല, വിശപ്പിനാണ് പ്രാധാന്യം. പിന്നെ 20 മിനിറ്റ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാനുള്ള ഇടം നിന്റെ വയറ്റിലുണ്ടാവണം. റസൂലുള്ളാഹ് ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ 20 മിനിറ്റ് കഴിഞ്ഞ് വെള്ളം കുടിച്ചിരുന്നത് തിബ്ബുർ റസൂലിൽ കാണാൻ കഴിയും. ഒന്ന് പരിശീലിച്ച് നോക്കി നമ്മൾ. അല്ലെങ്കിൽ ആഹാരത്തിന് മുന്നേ പ്രവാചകന്റെ ചര്യകൾ പാലിച്ചാൽ മതി. രോഗങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആരോഗ്യപരമായി നൽകുന്ന മറ്റൊരു സമീപനമാണ് പല്ല് തേക്കൽ. നമ്മളൊക്കെ രാവിലെ എഴുന്നേറ്റ് പല്ല് തേച്ചവരാണ്. അത് രാവിലെ എഴുന്നേൽക്കുമ്പോ വായ വൃത്തികേടാകും, പല്ല് തേക്കണം അല്ല, സുന്നത്താണ്. എല്ലാവരും ചെയ്യുന്നു അല്ല, അങ്ങനെ അല്ല മനസ്സിലാക്കേണ്ടത്. അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്താ, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ പല്ല് തേക്കൽ. അത് ഇന്നലെ രാത്രി കിടക്കുമ്പോ എത്ര ആൾക്കാർ പല്ല് തേച്ച് ബ്രഷ് ഉപയോഗിച്ച്? രാവിലത്തേക്കാൾ ഇരട്ടി ഗുണമാണ് കിടക്കുന്ന സമയത്ത്. രാവിലത്തേക്കാൾ ഡബിൾ ഗുണമാണ് കിടക്കുന്ന സമയം പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുക എന്നത്. എത്ര ആളുകൾ ചെയ്യുന്നു? പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ നിർബന്ധമായി ചെയ്യണമെന്നാണ് ശാസ്ത്രം പറയണത്. റസൂലുള്ളാഹിന്റെ ഹദീസാണ്, കുട്ടികൾ ശീലിപ്പിക്കണം. പ്രവാചകന്റെ ഹദീസ്: അസ്സിവാകു, പല്ല് വൃത്തിയാക്കുക എന്നത്, മത്ഹറത്തുൽ ലിൽ ഫം, അത് നിന്റെ വായയുടെ ആരോഗ്യമാണ്. എത്രയോ ആളുകൾ, നമുക്കറിയാം, വായനാറ്റം ഒരു രോഗമാണത്. പക്ഷെ അല്ല, 5 നേര നമസ്കാരങ്ങൾക്ക് വേണ്ടി പല്ല് തേച്ച് നോക്കിക്കേ, വായനാറ്റം ഉണ്ടാവത്തില്ല. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ, രാവിലെ ആയാലും ഉച്ചക്കായാലും വൈകിട്ടായാലും, ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഉടനെ പല്ല് തേച്ച് നോക്കിക്കേ, വായനാറ്റം ഉണ്ടാകില്ല. റസൂലുള്ളാഹിന്റെ ഹദീസാണ്. ശീലിച്ചാ മതി. ഇസ്ലാമിക ആരോഗ്യത്തിലേക്ക് മടങ്ങിയാ മതി. നീ പല്ല് തേക്കണം. നിന്റെ പല്ലിന് ആരോഗ്യമാണത്, നിന്റെ വായിക്ക് ആരോഗ്യമാണത്. നിസ്കരിക്കുന്ന ആളുകൾക്ക് നിന്റെ വായുടെ മണം കൊണ്ട് പ്രയാസമുണ്ടാകില്ല. ഒന്നു ചെയ്യുമ്പോ വിരൽ കൊണ്ടെങ്കിലും പല്ല് തേക്കണം.
അറാക്ക് ഉപയോഗിച്ചാൽ നല്ലത്. നിങ്ങൾക്ക് അറബികൾക്കിടയിൽ അറിയാലോ, അറാക്ക് ഏറ്റവും നല്ലതാണത്, ഔഷധമാണത്. അറാക്കിന്റെ കമ്പ് ഔഷധമാണ്. ഇത് അതുമായി ബന്ധപ്പെട്ട പേസ്റ്റ് ഇറങ്ങുന്നുണ്ട് കേരളത്തിൽ, അറാക്കിന്റെ വേര് കൊണ്ടുള്ള പേസ്റ്റുകൾ. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, രാവിലെ നീ പല്ല് തേക്കണം. ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പല്ല് തേക്കണം. വായ വൃത്തികേടായാൽ പല്ല് തേക്കണം. കിടക്കുന്ന സമയത്ത് നീ പല്ല് തേച്ച് ഉള്ളോട്ട് കിടക്കാവുള്ളൂ. ഒന്ന്, നിന്റെ സഹധർമ്മിണിയുണ്ട്, വല്ലാത്ത വാക്കാണത്. നിന്റെ മക്കളുണ്ട്. രണ്ട്, നിനക്ക് മരണം വരാം. നോക്ക്, നമ്മളെന്താ മയ്യത്ത് കുളിപ്പിക്കുന്ന ആദ്യം പല്ല് തേക്കുന്നതിനാ? മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം? നഖം വൃത്തിയാക്കണം. ആദ്യം എന്ത് ചെയ്യണം? ആ വയറ് വൃത്തിയാക്കണം, പിന്നെ നഖം വൃത്തിയാക്കണം, പിന്നെ മയ്യത്തിന്റെ പല്ല് തേച്ച് കൊടുക്കണം. എന്തിനാത്? റസൂലുള്ളാഹിന്റെ സുന്നത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ കിടക്കുന്ന സമയം അവന് ചെയ്തവരെ നമ്മളൊക്കെ അള്ളാഹുവിന്റെ ഹബീബിന്റെ സുന്നത്തായി ആരോഗ്യപരമായി ഇന്നു മുതൽ ഭാര്യയോട് പറയണം, മക്കളോട് പറയണം, കിടക്കുന്ന സമയം ബ്രഷ് ഉപയോഗിച്ച് പല്ല് തേച്ച് കിടക്കണം. നിന്റെ പല്ലിന്റെ ആരോഗ്യമാണ്. സ്വന്തം പറയുക, നിന്റെ വായുവിന്റെ ആരോഗ്യമാണ്. വായുനാറ്റം ഉണ്ടാകില്ല നിനക്ക്. നിന്റെ റബ്ബ് നിന്നെ ഇഷ്ടപ്പെടും. കേട്ടാ, ഒരു പല്ല് തേച്ചാ പടച്ചവൻ ഇഷ്ടപ്പെടും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ആ ഒരു സുന്നത്തിനെ നമ്മുടെ ജീവിതത്തിൽ പാലിക്കണം. നമ്മുടെ മക്കളോട് പറയണം, മോനെ കിടക്കുമ്പോ പല്ല് തേച്ച് ഒന്നുകൂടെ ചെയ്ത് കിടക്കണം, ഒന്നുകൂടി കിടക്കണം. മരണം അറിയില്ലല്ലോ, അറ്റാക്ക് വരാം, പ്രയാസങ്ങൾ വരാം. നമ്മുടെ മരണം ഒന്നുകൂടി ആവട്ടെ. ആ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെ പാലിക്കട്ടെ. നമ്മുടെ ഉറക്കം പോലും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്, നമ്മുടെ ഭക്ഷണം പോലും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്, നമ്മുടെ ജീവിതം പോലും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്, നമ്മുടെ കച്ചവടങ്ങൾ പോലും അല്ലാഹുവിന്റെ ഇഷ്ടത്തിന്. അതെന്താ? അത് തൗഹീദിന്റെ മുഖമുദ്രയാണ്. അല്ല, നിസ്കരിക്കുമ്പോൾ മാത്രം തൗഹീദ് അല്ല, പള്ളിയിലേക്ക് വരുമ്പോൾ അത് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, ജീവിതത്തിലുടനീളം ഉണ്ടാകണം റസൂലുള്ളാഹിന്റെ ഇഷ്ടങ്ങള്. അല്ലാഹു നിലനിർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അർഹമുർ റഹീമായ മലിക്കുൽ ജബ്ബാറായ അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ ധാരാളമുണ്ട്. പരിപൂർണമായ ശിഫ നൽകണേ റഹ്മാനെ. പകർച്ചവ്യാധിയിൽ നിന്നും, മാറാരോഗത്തിൽ നിന്നും, മാരകമായ അസുഖങ്ങളിൽ നിന്നും എല്ലാവരെയും നീ കാക്കണേ റഹ്മാനെ. പടച്ചവനെ, ജീവിതത്തിൽ ഖൈറും ബർക്കത്തും റഹ്മത്തും നൽകണേ റഹ്മാനെ. പ്രവാചകന്റെ സുന്നത്തുകൾ ആരോഗ്യപരമായി ജീവിതത്തിൽ നിലനിർത്താൻ ഞങ്ങൾക്ക്, ഞങ്ങളെ കുടുംബങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. പടച്ചവനെ, മരണം വരെ മുവഹിദായി ജീവിക്കാൻ, ഹറാമിൽ നിന്ന് മാറാൻ, ശിർക്കിൽ നിന്ന് മാറാൻ, ബിദ്അത്തിൽ നിന്ന് മാറാൻ, അനാചാരങ്ങളെ വിട്ടകലാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. ജീവിതത്തിൽ ഷഹാദത്തിന് സാക്ഷിയായതുപോലെ എവിടെ വച്ചാണ് മരിക്കുക എന്നറിയില്ല, എങ്ങനെയാണ് മരിക്കുക എന്നറിയില്ല. നല്ല മരണം നൽകണേ റഹ്മാനെ, ഈമാനുള്ള മരണം നൽകണേ റഹ്മാനെ. മരിക്കുന്ന സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉറക്കെ ചൊല്ലി മരിക്കാൻ, ഷഹാദത്തിന്റെ സാക്ഷിയായി മരിക്കാൻ ഞങ്ങൾക്ക്, ഞങ്ങളെ കുടുംബങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബി ഗ്ഫിർ വലിവാലിദയ്യ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സിഗാറാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.